ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനൊരു മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെ ഒരു നൈറ്റി കട്ട് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ തുണി മടക്കിയിടേണ്ട എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ ഈ മടക്കോശം ഞാൻ നിൽക്കുന്ന സൈഡിലേക്ക് വരും. പിന്നെ അതിൻ്റെ മേൽവശത്ത് ഇത് കണ്ടോ, ഇതിപ്പോൾ മടക്കാണ്, ഇതുപോലെ വരും. ഇത് രണ്ടായിട്ട് തുണി മടക്കി ഒന്നും കൂടി മടക്കി ഇട്ടേക്കണതാണ്. മേളിലത്തെ ഭാഗവും ഇതുപോലെ മടക്ക് വരും. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പം മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഷോൾഡർ ഇവിടുന്ന് അടയാളപ്പെടുത്താം, ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ ഒരു 40 ചെസ്റ്റ് സൈസ് ഉള്ളവർക്കൊക്കെ 7 ഇഞ്ച് വരെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് താഴോട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് 7.25 ഇഞ്ച് 7.5 ഇഞ്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7.25 എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 7 8 ഒക്കെ എടുക്കാം. എന്നിട്ട് അതും താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചുരിദാറിനൊക്കെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാറില്ലേ താഴോട്ട്, കൈക്കുഴിക്ക് വേണ്ടിയിട്ട്, അത് അടയാളപ്പെടുത്തുവാണ്. അപ്പോൾ അത് ഞാൻ 4.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ശരിക്കും 3.5 മതി. അപ്പോൾ 1 ഇഞ്ച് കൂടുതലിട്ട് അത് 1 ഇഞ്ച് കൂടുതലെടുക്കണം. കാരണം നൈറ്റിക്ക് ആകുമ്പോൾ ലൂസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് 4.5 ഇഞ്ചിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് താഴോട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7.5 വേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി നമുക്ക് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 8 ഇഞ്ച്. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് എടുക്കണം. അതിന് നമ്മുടെ ആം ഹോള് നമ്മൾ നോക്കാറുണ്ടല്ലോ, അത് എൻ്റെ ഒരു 17 അപ്പോൾ 17ൻ്റെ പകുതി 8.5, അതിൻ്റെ കൂടെ 1 ഇഞ്ചോടെ കൂട്ടി 9.5 അത് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്ലീവ് റൗണ്ടാണ് വേണ്ടത്. സ്ലീവ് റൗണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈറ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇത്തിരി ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് തയ്യൽ തുമ്പും കൂടി കൂട്ടിയുള്ള ഒരു ഇതാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടോ, ഇത് സ്ലീവാണ്. ഇപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ലീവിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് യോക്ക് ലെങ്ത്ത് എടുക്കാം. യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 10. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചോടെ കൂട്ടി 10.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 10.5 മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നമുക്ക് 9.5 മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ, അറ്റം വരെ വരച്ചു കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ആ ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോയിന്റ് എത്രയാണെന്ന് നോക്കണം. ആ അളവ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ 5 ഇഞ്ചാണ് ഇവിടെ വന്നത്. ആ 5 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. 5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. അത് കറക്റ്റായിട്ട് വന്നോ കേട്ടോ, നല്ലോണം അളന്ന് നോക്കണം 5 ഇഞ്ച് ഉണ്ടോയെന്ന്. ഇതുപോലെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബോഡി പാർട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ 5 ഇഞ്ച് എന്ന് പറയണതും ഈ ബോഡി പാർട്ടിൻ്റെ 5 ഇഞ്ച് എന്ന് പറയണതും ഒന്നിച്ച് ജോയിൻ ചെയ്ത് വെക്കാനുള്ളതാണേ. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച ആ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് യോക്ക് പാർട്ട് രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യണത് ഇത്രയും ഭാഗം വെട്ടിക്കളയാനുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
ഇത് കണ്ടോ, ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. ഇനി സ്ലീവിൻ്റെ ഈ 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ, അത് ഇവിടെ വെച്ചൊന്ന് നോക്കണം 5 ഇഞ്ച് തന്നെ ഉണ്ടോയെന്ന്. എന്നിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് പറയണില്ല, കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയണില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം നടുഭാഗമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യോക്ക് പാർട്ടിൻ്റെ ഞാൻ അടയാളപ്പെടുത്തിയത് ആ ക്ലിപ്പ് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഞാനത് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ സ്ലീവ് ഇതുപോലെ വെക്കണം. ഒരു 4 ഇഞ്ച് വിട്ടിട്ട്, മേളിൽ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ട് താഴോട്ട് വെക്കണം. എന്നിട്ട് നമുക്കത് ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ആ 10.5 ഇഞ്ചിലേക്ക് ഒരു വര വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് ആദ്യം വരച്ച് അത് പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ ഇത് വീഡിയോ എടുത്തില്ലെന്ന് മനസ്സിലായത്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി ഇത് ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം, കാരണം നമ്മൾ ആ ബോഡി പാർട്ടിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വിടർത്തിയിടാം. വിടർത്തിയിട്ടിട്ട് ഇത് 2 പീസാക്കണം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും 2 പീസാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പിന്നെ അതിൻ്റെ ഷേപ്പേ മാറിപ്പോവും. അപ്പോൾ കറക്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് ഒരു 2.25 ഇഞ്ച്, 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ സീം അലവൻസ് 4 ഇഞ്ചോടെ ഇട്ട് 2.25 മാർക്ക് ചെയ്യാം. താഴോട്ട് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്കിനി 6.5 ഇഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം. നമുക്കിത് ബോക്സ് പോലെയാക്കി എടുക്കണം. അപ്പോൾ താഴെയും മേളിലത്തെ തന്നെ താഴെയും നമുക്ക് 2.25 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ടിലെടുക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു മേളിലേക്കൊരു 1.5 ഇഞ്ച് കയറ്റി ഇത് അടയാളപ്പെടുത്തി, എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരച്ചു കൊടുത്ത് ഈ ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് പോകാം. ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ എടുത്തിട്ട് 2.25 മാർക്ക് ചെയ്യുക. ഞാൻ അതിൻ്റെ ഇറക്കം ഒരു 3.25 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ച് ആവുമല്ലോ. ഇതും ആദ്യത്തെ പോലെ തന്നെ ബോക്സ് ആക്കി എടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സോനയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, മെഷർമെൻ്റ് എടുത്തിട്ട് ഒരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് ഒരു വീഡിയോ വേഗം ഇടാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ യോക്ക് പാർട്ട്, സ്ലീവ് ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ്ങിൻ്റെ തുണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേറെ ഏതെങ്കിലും തുണി കിട്ടുവാണെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ ലൈനിങ്ങിൻ്റെ ഒരു തുണി ഇരുന്നതുകൊണ്ട് ഞാൻ ഇതങ്ങ് വെച്ചെന്നുള്ളൂ. ഇത് എന്നിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യണ സമയത്ത് ഇത് മടക്കിയിട്ടിട്ട് അതിൻ്റെ മേളിൽ ഇത് വച്ചിട്ട് കട്ട് ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ.
ഇനിയിപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഈ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ഒരു പിന്ന് കുത്തണം. ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ ഒരു പിന്നൊക്കെ കുത്തി നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കോർണറിൽ ഓരോ കട്ട് ചെയ്ത് കൊടുക്കണം. മറിച്ചിട്ട് നമുക്കത് പതിച്ചടിക്കാനുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമുക്കതിൻ്റെ അരികിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുവഴി ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്ക് ഒന്നും കൂടി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിന് ഒരു പീസ് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 1 ഇഞ്ച് വീതിക്കാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നെക്കിൻ്റെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിടുക, അതിൻ്റെ ബാക്കി പീസും കൊണ്ടാട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈനിങ്ങിൻ്റെ തുണിയോ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഒറ്റ പീസാക്കി എടുത്താൽ മതി. നമുക്കിത് തയ്ച്ചു കൊടുക്കാം. ജോയിൻ ചെയ്ത് എല്ലാം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് നമുക്ക് റൗണ്ടിൽ തയ്ച്ചെടുക്കാം. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ കൂടുതലുള്ള പീസിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഈ ഫ്രണ്ട് പീസും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. ഇപ്പോൾ തയ്ക്കുമ്പോൾ ഈ പീസ് വെച്ചേക്കണത് നമുക്ക് ഇങ്ങോട്ട് പയ്യെ മടക്കി വെച്ചിട്ട് ഒരു മടക്ക് മടക്കി പിന്നെ ഒന്നും കൂടി തിരിച്ച് മടക്കണം. ഇതുപോലെ എന്നാലാണ് നമുക്കത് തയ്ക്കുമ്പോൾ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതുപോലെ തയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്കിതൊന്നും കൂടി പതിച്ചടിക്കാം. അരികിൽ തന്നെ അടിക്കാം. ഇതുപോലെ 2 ഷോൾഡറും നമുക്ക് പതിച്ചടിക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ മറിച്ചിട്ടിട്ട് നമുക്കൊന്നും കൂടി പതിച്ചടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഭാഗത്തൂടെ അടിക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമുക്കതങ്ങോട്ട് മടക്കി അടിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഒന്നിച്ചങ്ങ് ചെയ്യാം. ഇതുപോലെ അടിക്കുക. ഈ നൈറ്റി തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് നൈറ്റി തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് വെക്കണം. നടുഭാഗം നോക്കി കറക്റ്റായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതൊരു സ്റ്റിച്ച് ചെയ്യാം.
ഇതുപോലെ നമുക്ക് 2 സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് അടയാളപ്പെടുത്താൻ വേണ്ടി തുണി മടക്കുമ്പോൾ റൈറ്റ് സൈഡ് മറ്റേ റോങ് സൈഡ് ഇട്ട് നമ്മൾ തുണി മടക്കി വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇതിവിടെ അതിൻ്റെ വരച്ചതിൻ്റെ പാടൊക്കെ കാണാം. ഇനി നമുക്കിത് ഇതും അതുപോലെ പതിച്ചടിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും കാണാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ റൈറ്റ് സൈഡിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇത് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നൈറ്റിയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ വാങ്ങിക്കുമ്പോൾ 2 സ്റ്റിച്ചൊക്കെ, അപ്പോൾ അത് കാണാനും ഭംഗിയുണ്ട്. അതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വരും. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഇട്ടിട്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ നടുഭാഗത്ത് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത ഭാഗം ഇവിടുത്തെ യോക്ക് പാർട്ടിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും ബോഡി പാർട്ടിൻ്റെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗം കൂടി ഒന്നിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ ഇത് കണ്ട് ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, അത് പിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഞെറിയെടുക്കണം. അപ്പോൾ നമുക്ക് ഞെറിയെടുക്കുമ്പോൾ അവിടെ എവിടെയായി പോകാതിരിക്കാൻ നമുക്ക് നടുഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തയ്ച്ചു വരുമ്പോൾ ആ അടയാളപ്പെടുത്തിയ ഭാഗം നോക്കിയിട്ട് അവിടെ നിന്ന് മുതൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ തയ്ച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് വെച്ചിട്ട് ആ തയ്യൽ ഭാഗം മേളിലേക്ക് ആക്കിയിട്ട് നമുക്കതൊന്ന് പതിച്ചടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിക്കൂടെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കാം. അപ്പോൾ നമുക്കത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ സ്റ്റിച്ചും നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളും, വിട്ടൊന്നും പോവില്ല. ഇത് കണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഈ പാർട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും തയ്ച്ചിട്ടുണ്ട്. നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ഞാനിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ലെങ്ത്ത് നോക്കും, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമുക്കിതിൻ്റെ താഴെ ഭാഗം മടക്കിയടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ തയ്ച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ സ്റ്റിച്ച് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. 2 സ്റ്റിച്ചൊക്കെ വന്നപ്പോൾ നല്ല കാണാനും ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങളുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതെടുത്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രില്ലൊക്കെ കണ്ടോ, നല്ല കറക്റ്റായിട്ട് നടുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല. ടസൽസ് ഒക്കെ പിടിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല, അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.